Hi all, welcome back. So നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗ്രാഫ് റെപ്രസെന്റേഷൻ ഇൻ മെമ്മറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് കണ്ടത്? അഡ്ജസൻസി മെട്രിക്സ് ആയിരുന്നു അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ അഡ്ജസൻസി മെട്രിക്സ് ആണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ ഈ വീഡിയോയിൽ അഡ്ജസൻസി ലിസ്റ്റ് ആണ്. സോ അഡ്ജസൻസി ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രാഫിനെ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ അഡ്ജസൻസി ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രാഫിനെ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് നോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെഡ് നോഡ് ആയിരിക്കും, മറ്റേത് ലിസ്റ്റ് നോഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഹെഡ് നോഡും ഉണ്ട്, ലിസ്റ്റ് നോഡുകളും ഉണ്ട് അഡ്ജസൻസി ലിസ്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ് നോഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വെർട്ടക്സ്. ഓക്കെ, അപ്പം എത്ര വെർട്ടക്സ് ഉണ്ടോ അതിന്റെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഹെഡ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വെർട്ടക്സിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് അവിടെ ഹെഡ് നോഡുകൾ വരിക. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇവിടെ ഈ V1 എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് നോഡാണ്. ഓക്കെ, V1 എന്ന് പറയുന്ന ഹെഡ് നോഡാണ്, ബാക്കിയൊക്കെ ലിസ്റ്റ് നോഡാണ്. സോ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. V1 എന്ന് പറയുന്ന ഹെഡ് നോഡാണ്. സോ V1ൽ നിന്നും V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V4ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ഫോമിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ലിസ്റ്റ് ഫോമിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. V1 എന്നുള്ളത് ഹെഡ് നോഡാണ്. V1 എന്ന നോഡിൽ നിന്ന് V2 എന്ന നോഡിലേക്കും V3 എന്ന നോഡിലേക്കും V4 എന്ന നോഡിലേക്കും എന്തുണ്ട്? എഡ്ജുകളുണ്ട്. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതുപോലെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഒരു ഫിഗർ നോക്കുക, ഈ ഒരു ഗ്രാഫ് നോക്കുക. സോ ഈ ഗ്രാഫിന്റെ അഡ്ജസൻസി ലിസ്റ്റ് ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. സോ V1 അല്ലെ, ഇപ്പൊ ഇവിടെ എത്ര ഹെഡ് നോഡ് ഉണ്ടെന്ന് നോക്കുക, അതായത് എത്ര വെർട്ടക്സ് ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ 1 2 3 4 4 വെർട്ടക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഹെഡ് നോഡ് കാണും. ഓക്കെ, V1 V2 V3 V4 4 ഹെഡ് നോഡ് ഉണ്ട്. ഇനി നോക്കുക, V1ൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് എഡ്ജ് ഉള്ളത് നോക്കുക. V1ൽ നിന്ന് V2ലേക്ക് എഡ്ജ് ഉണ്ട്, V3ലേക്കുണ്ട്, V4ലേക്കുണ്ട്. സോ V1ൽ നിന്ന് V2 V3 V4. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ലിസ്റ്റ് പോലെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇനി ഇതിന് ശേഷം അങ്ങോട്ട് വേറെ എഡ്ജുകളൊന്നും ഇല്ല. 2ലേക്കും 3ലേക്കും 4ലേക്കും മാത്രമേ ഈ 1ൽ നിന്ന് എഡ്ജ് ഉള്ളൂ അല്ലെ, വേറെ എങ്ങോട്ടും എഡ്ജ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. സോ അത് അവിടെ വെച്ച് കഴിഞ്ഞു എന്നുള്ളതിന്റെ മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് V2 അല്ലെ. V2 എന്ന് പറയുന്ന ഹെഡ് നോഡ്. അങ്ങനെയാണ് V2ൽ നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ട്? V2ൽ നിന്ന് V1ലേക്കുണ്ട്, V4ലേക്കുണ്ട്, V3ലേക്കുണ്ട് അല്ലെ. V3 എടുക്കുവാണെങ്കിൽ എങ്ങോട്ടൊക്കെ വരും? V3ൽ നിന്ന് V1ലേക്കുണ്ട്, V3ൽ നിന്ന് V4ലേക്കുണ്ട്, V3ൽ നിന്ന് V2ലേക്കുണ്ട്. സോ അതുകൊണ്ട് 1 2 4 വരും അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കുക, V4ന്റെ കേസിലാണെങ്കിൽ V1ലേക്കുണ്ട് V1, V2ലേക്കുണ്ട്, V3ലേക്കുണ്ട് അല്ലെ. V2ലേക്കുണ്ട്, V3ലേക്കുണ്ട്. ഓക്കെ, അപ്പൊ സോ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസൻസി ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ഗ്രാഫിന്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രാഫ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്, ഡയറക്ഷൻ ഇല്ലാതെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇനിയിപ്പോ സപ്പോസ് ഡയറക്റ്റഡ് ഗ്രാഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക, ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് ടൈപ്പിൽ നമുക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്ന് ഇൻ ഡിഗ്രിയും ഒന്ന് ഔട്ട് ഡിഗ്രിയും. സോ ഇൻ ഡിഗ്രി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ്, ഒരു ടൈപ്പ് ഓഫ് ലിസ്റ്റും ഔട്ട് ഡിഗ്രി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രീതിയിലായിരിക്കും ചെയ്യുക അല്ലെ. കാരണം ഇത് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, കാരണം ഡയറക്റ്റഡ് ഗ്രാഫ് ആണ് അല്ലെ. അപ്പൊ ഇൻ ഡിഗ്രി ഉണ്ട്, ഔട്ട് ഡിഗ്രിയും വരും ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട് ഡിഗ്രി റെപ്രസെന്റേഷൻ ആണ്, അതിന്റെ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ V1 V2 V3 ഇത് 3 വെർട്ടക്സ് ആണ്. സോ ഹെഡ് നോഡുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ V1ൽ നിന്ന് ഔട്ട് ഡിഗ്രി എങ്ങോട്ടാണ്? V1ൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് ആകെ V2ലേക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു ആരോ എന്ന് പറയുന്നത് V2ലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, എഡ്ജ്. സോ V2. ഇനി V2ൽ നിന്ന് എങ്ങോട്ട് പോകുന്നത്? V2ൽ നിന്ന് V1ലേക്ക് പോകുന്നുണ്ട്, അതായത് 1ലേക്ക് പോകുന്നുണ്ട്, പിന്നെ 3ലേക്കും പോകുന്നുണ്ട് അല്ലെ. സോ 1 3. ഓക്കെ, അപ്പൊ ഇതാണ് ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് വന്ന് ചേരുന്ന ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതാണ് ഇൻ ഡിഗ്രി എന്ന് പറയുന്നത്. സോ നോക്കുക, V1ലേക്ക് വരുന്ന എവിടെ നിന്നാണ് വരുന്നത്? V2ൽ നിന്നാണ് വരുന്നത് അല്ലെ. V1ലേക്ക്, V1 എന്ന ഈ 1 എന്ന് പറഞ്ഞ ഈ ഒരു നോഡിലേക്ക് V2ൽ നിന്നാണ് എഡ്ജ് വരുന്നത്. സോ V1ന്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ. ഇനി V2ന്റെ ആണെങ്കിൽ എന്താ? V2ന്റെ കേസ് ആണെങ്കിൽ 1ൽ നിന്നാണ് 2ലേക്ക് വരുന്നത് അല്ലെ. സോ 1 ആണ് അതിന്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത്. V3യുടെ കേസ് ആണെങ്കിൽ 2 വരും അല്ലെ. 2ൽ നിന്നാണ് 3ലേക്ക് വരുന്നത്. സോ 3യുടെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും.
ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി റെപ്രസെന്റ് ചെയ്യുക. അപ്പം രണ്ട് ടൈപ്പ് അഡ്ജസൻസി ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് ഇൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ടും ഒന്ന് ഔട്ട് ഡിഗ്രി റെപ്രസെന്റേഷന് വേണ്ടിയിട്ടും. സോ ഇത് ഏതിന്റെ കേസാണ്? ഇത് ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസാണ് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കുന്നത് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് സ്പാഴ്സ് ആയിരിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പം നമ്മൾ സ്പാഴ്സ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ ഈ സ്പാഴ്സ് മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പാഴ്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും, അല്ലെ 0 എൻട്രീസ് ആയിരിക്കും വരിക. സോ ഗ്രാഫ് സ്പാഴ്സ് ആണെങ്കിൽ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഇപ്പോ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് n വെർട്ടീസസ് ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ് നോഡ് എന്ന് പറഞ്ഞാൽ n ആയിരിക്കും, അല്ലെ? വെർട്ടീസസിന്റെ എണ്ണം അനുസരിച്ചിട്ടാണല്ലോ അവിടെ നമ്മൾ ഹെഡ് നോഡിനെ തീരുമാനിക്കുന്നത്. സോ n വെർട്ടീസസ് ഉണ്ടെങ്കിൽ ഹെഡ് നോഡ് എത്ര ആയിരിക്കും? നോർമലി n തന്നെ ആയിരിക്കും, അല്ലെ? ഇനി അവിടുത്തെ ലിസ്റ്റ് നോഡ് എന്ന് പറയുന്നത് 2 × e ആയിരിക്കും, അല്ലെ? എഡ്ജുകളുടെ ഇരട്ടി ആയിരിക്കും. 2 × e ആയിരിക്കും അവിടുത്തെ ലിസ്റ്റ് നോഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി നോക്കുക, ഫോർ റെപ്രസെന്റിങ് ഈച്ച് നോഡ് വി നീഡ് ദ സ്പേസ് ഓഫ് ലോഗ് n. അപ്പൊ ഓരോ നോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട സ്പേസ് എന്ന് പറയുന്നത് ലോഗ് n ആണ്. ഇനി നമ്മൾ ലിസ്റ്റ് നോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ലോഗ് n പ്ലസ് ലോഗ് e ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് n log n പ്ലസ് 2e ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് e ആയിരിക്കും. വേറെ ലോഗ് n പ്ലസ് ലോഗ് e എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് നോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? സ്പേസ് ആണ് ഈ ലോഗ് n പ്ലസ് ലോഗ് e എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ് നോഡ്സ് ആണ് n എന്ന് പറയുന്നത്. ദെൻ ലോഗ് n എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ നോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്, ഓരോ നോഡിനും വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. ഓക്കെ. അപ്പൊ n log n പ്ലസ് 2e എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ലിസ്റ്റ് നോഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ n എന്ന് പറയുന്നത് ഹെഡ് നോഡ് ആണ്. ഈ ആദ്യത്തെ n എന്ന് പറയുന്ന ഹെഡ് നോഡ് ആണ്. ലോഗ് n എന്ന് പറയുന്നത് എന്താണ്? ഓരോ നോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്പേസ് ആണ്. പ്ലസ് 2e എന്ന് പറയുന്നത് ലിസ്റ്റ് നോഡുകളുടെ എണ്ണമാണ്. ഓക്കെ. ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് എന്ന് പറയും. ലോഗ് n പ്ലസ് ലോഗ് എന്ന് പറയുന്ന ലിസ്റ്റ് നോഡിന്റെ സ്പേസ് ആണ്. അപ്പൊ ലിസ്റ്റ് നോഡിന്റെ എണ്ണം ഇൻറ്റു ലിസ്റ്റ് നോഡിന് വേണ്ടി വരുന്ന സ്പേസ്. ഓക്കെ. അപ്പോൾ n log n പ്ലസ് 2e ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് e ആയിരിക്കും ഇതിന്റെ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പം v1ന്റെ കേസിൽ, അതായത് v1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തപ്പോൾ അവിടെ 3 ലിസ്റ്റ് നോഡുകൾ കണ്ടായിരുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ v1ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, യെസ്, ഈ ഒരു ഫിഗർ നോക്കിയാൽ v1ന്റെ ലിസ്റ്റ് നോഡ് എന്ന് പറയുന്നത് നോക്കിയാൽ v1ന്റെ കേസിൽ ലിസ്റ്റ് നോഡ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്, അല്ലെ? 2 3 4, ഇത് 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ v1ന്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. v2ന്റെ കേസ് ആണെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് v2ന്റെ ഡിഗ്രി എന്ന് പറയുന്നതും 3 ആണ്, അല്ലെ? v3യുടെ കേസിലും ലിസ്റ്റ് നോഡുകളുടെ എണ്ണം. അപ്പൊ ലിസ്റ്റ് നോഡുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ലിസ്റ്റ് നോഡുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഈ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ കേസിൽ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് n log n പ്ലസ് 2e ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് e ആയിരിക്കും. ഓക്കെ. അപ്പൊ അത്രയും ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് ആയിരിക്കും ഈ ഒരു അൺഡയറക്റ്റഡ് അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ, ഗ്രാഫിന്റെ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷന്റെ കേസിൽ വരുന്ന സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് കൂടാതെ വേറെ 2 മെത്തേഡ് ഉണ്ട്. അഡ്ജസൻസി മൾട്ടി ലിസ്റ്റ് റെപ്രസെന്റേഷനും ഉണ്ട്, സീക്വൻഷ്യൽ റെപ്രസെന്റേഷനും ഉണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം. താങ്ക് യു.